നമുക്ക് മുമ്പിലുള്ള ഒരു മനോഹരമായ കാർഷിക വൃത്തിയാണ് നമ്മുടെ മക്കൾ. അപ്പൊ ആ മക്കളെ നമ്മൾ ശരിക്കും വളർത്തിയെടുക്കുക, അല്ലെ? അവരുടെ ചുറ്റും വളരുന്ന കടകളെ പതിക്കുക, അവർക്ക് ചുറ്റും വളരെ തർബീയത്തിന്റെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാത്ത തരത്തിൽ പുതിയ ആൾക്ക് ഭയങ്കര സാധ്യത കൂടാണ്. അത് എല്ലാ മേഖലയിലും ഉണ്ടായി. നമ്മൾ ഒരാഴ്ച ഈ സിസ്റ്റത്തിൽ നിന്ന് മാറി നിന്നാല് നമുക്ക് തോന്നുകയാണ് ഞാൻ പഴഞ്ചനായി, ഞാനിപ്പോ അപ്ഡേറ്റ് അല്ല, ഞാൻ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. നമ്മളെ പുതിയ കുട്ടിയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ഒന്ന് എല്ലാം ജൻസിയുടെ കയ്യിലാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ മുന്നിൽ ആദ്യം ഉണ്ടാക്കണം. ഞാൻ പറയുന്നത് ഈ കാടടച്ച് വെടിവെക്കുന്ന രീതി ഇനി ഒരിക്കലും നമ്മുടെ പാരന്റിങ്ങിൽ ശരിയാവില്ല. അപ്പൊ തലമുറയുടെ കയ്യിൽ എല്ലാ സിസ്റ്റവും വർക്ക് ചെയ്യേണ്ടത് അവരുടെ കയ്യിലാണ്. ഇൻസ്റ്റ അവരുടെ കയ്യിലാണ്, ട്വിറ്റർ അവരുടെ കയ്യിലാണ്, FB അവരുടെ കയ്യിലാണ്, ടെക്നോളജി അവരുടെ കയ്യിലാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഴുവൻ അവരുടെ കയ്യിലാണ്. അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആയ ഒരു ലോകത്തെയാണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഡ്വാൻസ്ഡ് ആയ ഒരു സ്റ്റുഡൻസിനെയാണ് പാരന്റ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ ഉമ്മമാരും ഉപ്പമാരും അച്ഛന്മാരും അമ്മമാരും ഒക്കെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മോർ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പഴയ കാലത്തെ പോലെയല്ല. വലിയൊരു സ്കൂളിൽ ഒരു പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാല് നമ്മളൊന്ന് അറ്റൻഡ് ചെയ്യുക, സൈൻ ചെയ്യാൻ പോവുക എന്നുള്ള കർത്തവ്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആൻഡ് ഐ ഹാവ് മൈൻഡ്സ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. നമുക്ക് കുറെ ചെയ്യാണ്ടെന്ന് പറഞ്ഞാല് നമ്മളൊന്ന് ജെന്റിലാവാനില്ല, നമുക്കൊന്ന് വളരെ സ്മാർട്ടായിട്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ ഒന്ന് ഇടപെടാറുണ്ട്. ഈ ഇടപെടൽ നമ്മളെ മോൾഡ് ചെയ്യുന്നുണ്ട്. പഴയ കാലത്തെ പോലെയല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിന്റെ അകത്ത് വെച്ച് സംസാരിക്കാൻ പഴയ കാലത്തെ പാരന്റ്സിന് കഴിഞ്ഞിരുന്നോ? അല്ലെങ്കിൽ അവിടെ അറ്റൻഡ് ചെയ്യാൻ അങ്ങനെ ഒരു പാരന്റ്സ് മീറ്റിംഗ് അന്ന് ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കുട്ടികളുടെ ഒക്കെ ക്ലാസ് റൂമിന്റെ സ്ഥിതി എന്തായിരുന്നു? ഈ 80 കിഡുകളും 90 കിഡുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ആസ് എ പാരന്റ്സ്. നമ്മൾ അവരെ ബാല്യകാലത്തെ പറ്റി ഒന്ന് ആലോചിച്ചത്. ഇപ്പൊ നമ്മളൊക്കെ ശരിക്കും ഒരു കലാലയത്തിലേക്ക് വരുമ്പോ നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നുള്ള ഒരു അർത്ഥത്തിൽ വരുന്നതിനപ്പുറം ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ചൊറുക്കും ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള ഡെസ്കും ബെഞ്ചൊക്കെ ഉള്ള ഒരു കലാലയത്തിൽ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തില് ഗുരുവിന്റെ മുമ്പിൽ ഇരുന്ന് 4 അക്ഷരം പഠിച്ച ആൾക്കാരാണല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയ, ആ പഴയ ഗൃഹാതുര ബോധങ്ങളൊക്കെ ഈ ഒരു ക്യാമ്പസ് കാണുമ്പോ നമുക്ക് വരാറുണ്ട്. പണ്ട് ഇങ്ങനത്തെ ജനലൊന്നുമില്ല. പണ്ട് സ്കൂളിന്റെ ജനാല എന്നൊക്കെ പറഞ്ഞാല് കമ്പികൾ ഉണ്ടെങ്കിൽ തന്നെ അത് പാർശ്വങ്ങളിലേക്കും വളഞ്ഞ കമ്പി, വാതിലില്ല, ഡെസ്കില്ല, ഫേർണിച്ചർ ഇല്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് APJ അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എന്റെ വിദ്യാലയത്തിൽ ടീച്ചർ എഴുതി തരുന്ന അക്ഷരപ്പൊട്ടുകൾക്ക് എന്റെ സ്ലൈറ്റിന് ഞാൻ ജീവൻ പകരുമ്പോ കർക്കിടക മാസത്തിലെ മഴ വന്നിട്ട് അതിനെ മുഴുവൻ ഇങ്ങനെ മായ്ച്ചു കളയാറുണ്ടായിരുന്നു. എന്നാൽ സ്കൂളിൽ തന്നെ മഴ പെയ്യേണ്ടെന്ന് അതിന്റെ അർത്ഥം. ഒരു നേരാം മണ്ണുള്ള ഒരു മച്ച്, ഒരു മേൽക്കൂര പോലും ഇല്ലാത്ത സ്കൂളിൽ പഠിച്ച ഒരു മനുഷ്യൻ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറക് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി ലോകത്തെ ത്രസിപ്പിച്ച നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ പൗരനായി പ്രസിഡന്റായി മരിച്ചുപോയ ആളാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം തമിഴ്നാട്ടിൽ പഠിച്ചുപോയ അദ്ദേഹത്തിന്റെ ബാല്യകാലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്തിനേറെ പറയണം, വൈക്കം മുഹമ്മദ് ബഷീർ, ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ നമ്മൾ വിളിക്കണ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുറെ കഥ എഴുതിയ ആളാണ്. നമ്മുടെ വീട്ടിൽ 2 മക്കളുണ്ട്, 2 നമ്മുടെ മക്കളാണ്. ഞാൻ ബഷീറിനെ പറഞ്ഞെടുത്ത് നിങ്ങോട്ട് ഇറങ്ങി പോകുന്നതാണ്. 2 നമ്മുടെ കുട്ടികളാണ്. അതിൽ ഒന്നാമത്തെ കുട്ടിക്ക് പേന കൊടുത്തു, ഒരു പേപ്പറും കൊടുത്തു. രണ്ടാമത്തെ കുട്ടിക്കും പേന കൊടുത്തു, പേപ്പറും കൊടുത്തു. ഒന്നാമത്തെ കുട്ടി ആ പേനയിട്ട് പേപ്പറിൽ മനോഹരമായിട്ട് ഇങ്ങനെ എഴുതാൻ തുടങ്ങി. രണ്ടാമത്തെ കുട്ടി എന്ത് ചെയ്തു? എഴുത്തിനൊന്നും മുതിരുന്നില്ല. അവനെ പേനയൊക്കെ ഇങ്ങനെ അഴിച്ച് ഡിസോർഡർ ആക്കി, പാർട്സ് ആക്കി, അതിന്റെ നിബ് എടുത്തു, പില്ലർ എടുത്തു, ടോപ്പ് എടുത്തു, അതിന്റെ സ്പ്രിങ് എടുത്തു. പിന്നെ കുറെ കഴിഞ്ഞ് ഇവന് എഴുത്ത് പൂർത്തിയായപ്പോഴേക്ക് ഈ രണ്ടാമത്തെ കുട്ടി അതിനെ മുഴുവൻ അസംബിൾ ചെയ്യുന്നു. നമ്മുടെ ഭാഷയിൽ 2 നമ്മളെ മക്കളാണെങ്കിലും ഒന്നാമത്തേത് ഒരു അച്ചടക്കമുള്ള പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടിയാണെങ്കിൽ, രണ്ടാമത്തെ കുട്ടിയാണെങ്കിലോ നാട്ടിൽ എന്തെങ്കിലും വാർത്ത പരിപാടിയൊക്കെ നടക്കുമ്പോൾ 313 ഉറുപ്പ്യ കൊടുത്തിട്ട് ആ രണ്ടാമത്തെ കുട്ടി ഒന്ന് സ്വാധീനാകാൻ പ്രത്യേകം ദ്വാരക്കണം എന്ന് പറയുന്നു. എന്നാ മനഃശാസ്ത്ര വിദഗ്ധർ പറയണം, ഈ രണ്ടാമത്തെ കുട്ടിയെ നിങ്ങൾ നോട്ട് ചെയ്യണം. സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ പയ്യൻ എല്ലാവരും സാർവത്രികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോർമലി ചെയ്തു, അതിൽ പതിപ്പൊന്നുമില്ല. പക്ഷെ രണ്ടാമത്തെ കുട്ടി നോക്കുന്നത് അവൻ ആ പേടയുടെ രഹസ്യങ്ങളെ പഠിക്കാനുള്ള ഒരു ത്വര, അവന്റെ ഉള്ളിൽ മുള പൊട്ടി ആ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ ക്യൂരിയോസിറ്റിയെ അവനെ അടക്കി നിർത്താൻ കഴിയാത്തത് കൊണ്ട് അവൻ അത് അഴിച്ചു. അതിന്റെ സ്പ്രിങ് എടുത്തു, നിബ് എടുത്തു, പില്ലർ, ടോപ്പ് എല്ലാം എടുത്തു. എന്നിട്ട് അത് റീഓർഡർ ചെയ്യണം, അസംബിൾ ചെയ്യാം. എന്നിട്ട് അത് അപ്പൊ ഈ കുട്ടി നാളെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു കാര്യത്തെ അങ്ങനെ ആണ്ട് സമീന വാഗ്ദാന ആണ്ട് അംഗീകരിക്കുന്നതിന് പകരം ഈ
എന്തുകൊണ്ട് അത് അങ്ങനെ എന്നൊരു ക്വസ്റ്റ്യൻ ടാഗ് അവന്റെ ഉള്ളിലുണ്ടാകും. അവൻ നാളെ യാത്ര പോയാല് അവൻ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എടുത്തു കൊടുത്താലും അവൻ ട്രെയിനിന്റെ എഞ്ചിൻ ഒന്ന് ശ്രദ്ധിക്കും. അവൻ വിമാനത്തിൽ കയറുമ്പോ ഈ നേരെ അവന്റെ ബോഡി പാസ് എടുത്തിട്ട് എന്റെ സീറ്റ് എവിടെയാണെന്ന് ക്യാബിൻ ക്രൂ മെമ്പറോട് ചോദിക്കുന്നതിന് മുമ്പ് ആ പൈലറ്റ് ഇരിക്കുന്ന കോക്പിറ്റിലേക്ക് ഒന്ന് പാടി നോക്കൂ. കാരണം എന്താ പറയുക, അവന്റെ ക്യൂരിയോസിറ്റി വേറെയാണ്. ആ കുട്ടിയാണ് നമ്മുടെ മുമ്പിൽ വികൃതി പയ്യൻ അല്ലെ, മാർക്കിടാൻ എന്ത് സുഖാണ്. അത് റീമാർക്കായി. ഈ ഒരൊറ്റ ട്രോമ കൊണ്ട് ഈ കുട്ടിയുടെ ഉള്ളില് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ട്രോമ ഉണ്ടല്ലോ, ആ ട്രോമ കൊണ്ട് മാത്രം ഭാവിയിൽ എവിടെ എത്താതെ പോയ കുട്ടികൾ, നല്ല പ്രതിഭകൾ എന്ന് പറഞ്ഞാൽ ഈ അവസരം കിട്ടുമ്പോഴല്ലേ, ആ അവസരത്തിലേക്കെങ്കിലും ഒരു ട്രാക്കിൽ കയറ്റി കൊടുത്താലല്ലേ ട്രെയിൻ ഓടുള്ളൂ. ആ ട്രാക്ക് വരെ കുട്ടിയെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമല്ലേ. നമുക്ക് ഗോൾസ് ഉണ്ട്. യുവർ ഗോൾസ് ഷുഡ് ബി ചാലഞ്ച് യുവർസെൽഫ്. നമ്മുടെ മക്കൾ ഉണ്ടാക്കിയെടുത്ത ഗോൾസ് നമ്മുടെ മക്കളെ തന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് എന്ത് വേണം അറിയോ? കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ മുന്നിൽ വെച്ചു കൊടുക്കണം. ഇനി നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ല, നമ്മുടെ കുട്ടികൾ ജെന്റിൽമാൻ, സോഷ്യൽ ഓൺലൈൻ ജെന്റിൽമാൻ ആകണം. ഓൺലൈൻ ജെന്റിൽമാൻ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്തു നോക്കിയാല് എന്താണ് ആള് എന്നുള്ളത് മനസ്സിലാവും. അതേസമയത്ത് ഒരാളുടെ SSLC റിസൾട്ട് പേപ്പർ കിട്ടിയാൽ ആളെന്താ മനസ്സിലാവും.